നമ്മൾ ഇപ്പോൾ കുറച്ച് നാളായിട്ടില്ല, അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ മുല്ലപ്പെരിയാർ വിഷയം വന്നിട്ടുണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ അറ്റകുറ്റപ്പണിക്ക് അനുമതി കൊടുത്തിട്ടുണ്ടെന്നോ, മുല്ലപ്പെരിയാർ പൊട്ടുമോ, അങ്ങനെ പല വിധത്തിലുള്ള ആശങ്കകൾ ജനങ്ങൾക്കിടയിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം മുല്ലപ്പെരിയാർ അറ്റകുറ്റപ്പണിക്ക് അനുമതി തമിഴ്നാട് മുഖ്യമന്ത്രി വരും മുമ്പേ ഉത്തരവിറക്കി. ഓക്കെ, അപ്പം മുല്ലപ്പെരിയാർ അറ്റകുറ്റപ്പണിക്ക് അനുമതി ഉണ്ടെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി വരും മുമ്പേ തന്നെ ഉത്തരവിറക്കി. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അറ്റകുറ്റപ്പണിക്ക് തമിഴ്നാടിന് കേരളത്തിൻ്റെ അനുമതി. ബുധനാഴ്ചയാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. വൈക്കം സത്യാഗ്രഹ സമരം ശതാബ്ദിയുടെ ബന്ധപ്പെട്ട ചടങ്ങിൽ വ്യാഴാഴ്ച ഇരു മുഖ്യമന്ത്രിമാരും പങ്കെടുക്കാനിരിക്കവെയാണ് നടപടി. അപ്പോൾ ഇന്ന് മറ്റേ വൈക്കം സത്യാഗ്രഹ സമര ശതാബ്ദിയുമായി ബന്ധപ്പെട്ട ചടങ്ങിലും കേരളത്തിലെ പിണറായി വിജയനും സ്റ്റാലിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ പങ്കെടുക്കാനിരിക്കവെയാണ് ഈ നടപടി. അറ്റകുറ്റപ്പണി കേരളം തടഞ്ഞത് വൈക്കം സന്ദർശന വേളയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ഉന്നയിക്കുമെന്ന് തമിഴ്നാട് ജലവിഭവ മന്ത്രി ദുരൈ മുരുകൻ ചൊവ്വാഴ്ച തമിഴ്നാട് നിയമസഭയെ അറിയിച്ചിരുന്നു. സ്റ്റാലിൻ വിഷയം ഉന്നയിക്കും മുൻപ് തന്നെ അനുമതി നൽകിയെന്ന് കേരള സർക്കാരിൻ്റെ സഹകരണം. സുരക്ഷാ പരിശോധന നടത്തിയിട്ടും മതി അറ്റകുറ്റപ്പണി എന്നായിരുന്നു കേരളം സ്വീകരിച്ച നിലപാട്. ഇതിലാണ് മാറ്റം വന്നത്. അപ്പോൾ സുരക്ഷാ പരിശോധനകളെല്ലാം നടത്തിയിട്ട് മതിയെന്നായിരുന്നു ഈ അറ്റകുറ്റപ്പണി സംബന്ധിച്ചിട്ടുള്ള നിലപാടെന്നാണ് കേരളം കൈക്കൊണ്ടിരുന്നത്. പക്ഷേ അതിലാണ് ഇപ്പം മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ തമിഴ്നാട് ഔദ്യോഗികമായ അപേക്ഷ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ 7 പ്രവർത്തികൾക്കാണ് നിബന്ധനകളോടെ ജലവിഭവ വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത്. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്നും ജോലികൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയോ അദ്ദേഹം ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാകണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. അപ്പോൾ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുമ്പോൾ വനനിയമങ്ങൾ പാലിക്കുകയും വേണം. അപ്പോൾ നേരത്തെ കേരളത്തിൻ്റെ അനുമതി തേടാതെയായിരുന്നു അറ്റകുറ്റപ്പണികൾ തമിഴ്നാടിന്. അപ്പം നേരത്തെ തന്നെ കേരളത്തിൻ്റെ അനുമതി തേടാതെയായിരുന്നു അറ്റകുറ്റപ്പണികളിലായിട്ടുള്ള തമിഴ്നാടിൻ്റെ നീക്കങ്ങളെല്ലാം. ഇത് കേരളം തടഞ്ഞിരുന്നു. ഡിസംബർ 4-ന് 2 ലോറികളിലായി മണൽ കൊണ്ടുവന്നതും ദിവസങ്ങളോളം വളക്കടവ് ചെക്ക് പോസ്റ്റിൽ കാത്തു കിടന്ന 2 ലോറികളും കേരളം തടഞ്ഞതിനാൽ മണൽ മറ്റൊരിടത്ത് ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു. ഓക്കെ, അപ്പം ഔദ്യോഗിക ചർച്ചകൾക്ക് സാധ്യതയില്ലെന്ന് പറയുന്നുണ്ട്. അപ്പം മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ തമ്മിൽ വ്യാഴാഴ്ച ഔദ്യോഗിക ചർച്ചയ്ക്ക് സാധ്യതയില്ല. രാവിലെ വൈക്കത്ത് തന്തൈ പെരിയാർ സ്മാരക ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ കുമരകം ലേക്ക് റിസോർട്ടിലാണ് ഇരുവരും ബുധനാഴ്ച തങ്ങിയതും. സ്റ്റാലിൻ മുല്ലപ്പെരിയാർ വിഷയം ഉന്നയിച്ചാൽ തന്നെ അറ്റകുറ്റപ്പണിക്ക് അനുമതി തേടുക എന്നത് മാത്രമാണ് തമിഴ്നാട് ഉദ്ദേശിക്കുന്നത്. ബുധനാഴ്ച ഉത്തരവോടെ അത് അവസാനിക്കുകയൊക്കെ. അപ്പോൾ സ്റ്റാലിന് മുല്ലപ്പെരിയാർ വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് അനുമതി തേടുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിനെന്തായാലും അനുമതി നൽകിയിട്ടുണ്ട്. അറ്റകുറ്റപ്പണിക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്. അറിയില്ല, കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റോഡ് പണി നടക്കുന്നതെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ഒരു ഭീതിയായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നതാണ് മുല്ലപ്പെരിയാർ. പക്ഷെ അത് പണിയുമ്പോൾ അതിൻ്റെതായ രീതിക്ക് അല്ലെ കൃത്യമായിട്ട് ചെയ്യുക. ഒരു ഡാം അല്ലേ, അവരെല്ലാ വർഷം അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എത്ര വർഷത്തെ? 50 വർഷമോ? 50 വർഷമല്ലേ ഒരു ഡാമിൻ്റെ? അല്ല, 50 വർഷം കാലാവധി പറഞ്ഞതുകൊണ്ടല്ലേ. പക്ഷെ അതിൽ കൂടുതൽ വർഷങ്ങളായി, കുറേ വർഷങ്ങളായത്. അപ്പം അറ്റകുറ്റപ്പണി കേരളം ഉന്നയിച്ചുകൊണ്ടിരുന്നത് ഒരു പുതിയ ഡാം പണിയുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിന് തമിഴ്നാട് അനുമതി നൽകുന്നില്ല. അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളം മുഴുവനും അല്ലെങ്കിൽ കേരളത്തിന്റെ ഭാഗികമായി നശിക്കുമെന്നാണല്ലോ പറയുന്നത്. ഓക്കെ.